കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ശുചിത്വ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും പൂർണ്ണ ശുചിത്വമായി പ്രഖ്യാപിക്കുന്നത്. ഇതിന് മുന്നോടിയായി വിവിധങ്ങളായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ശുചിത്വ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടന്നത്. പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പരാമർശിക്കപ്പെട്ട BEOമാരും ഹരിതകർമ്മസേനയും അതോടെ നമ്മുടെ RPമാരടക്കം നമ്മുടെ എല്ലാ ജീവനക്കാരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു കേവല പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാമ്പയിനായി നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല ഒരു കേരളത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ജനകീയ ക്യാമ്പയിൻ എന്ന നിലയിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മികച്ച ശുചിത്വ ഗ്രാമപഞ്ചായത്തായി ഇരട്ടയാറിനെ തിരഞ്ഞെടുത്തു. ഒപ്പം മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം, മികച്ച CDS എന്നിവയും ഇരട്ടയാറിനാണ്. മികച്ച സർക്കാർ സ്ഥാപനമായി ചെമ്പകപ്പാറ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ തിരഞ്ഞെടുത്തു. മികച്ച സ്കൂളായി അണക്കര മോൺഫോർട്ടിനെയും ചെല്ലാർകോവിൽ തോമസ് T ആലാനിക്കലിന്റെ ഭവനത്തെ മികച്ച വീടായും തിരഞ്ഞെടുത്ത ഉപഹാരങ്ങൾ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അധ്യക്ഷയായിരുന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതി ക്യാമ്പയിൻ വിശദീകരണം സെക്രട്ടറി ബേബി രജനി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ഷൈനി റോയ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയ്മോൾ ജോൺസൺ, ജോസ് അൻസൽ പുതുമന, ആനന്ദ സുനിൽകുമാർ, സുരേഷ് കുഴിക്കാട്ട, സുരേഷ് മാനങ്കേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.